എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ജോലികളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലത്തെ പതിവ് ജോലികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എന്തൊക്കെയാണെന്നാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ചാനലിന് വേണം കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണേ. പിന്നെന്താണ്, ഇന്ന് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം നമുക്ക് ഫ്ലാറ്റിനകത്തായതുകൊണ്ട് അതിനകത്തുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ കഴിവിനനുസരിച്ചുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വേണ്ട 4 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഞാൻ കഞ്ഞി ഇന്നലെ തിളപ്പിച്ച് വറുത്താൽ മതിയായിരുന്നു. അപ്പം തിളപ്പിച്ച് വറുക്കാനായിട്ടൊക്കെ വെച്ചു. അതിന് ശേഷം കട്ടനൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നതിന് ശേഷം കട്ടനൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കറിയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുവാണ്. അപ്പോഴത്തേന് കഞ്ഞി ഞാൻ തിളപ്പിച്ച് വാർത്തിട്ടു. പിന്നെ ഇന്നലെ മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്തെ. അപ്പോൾ ഞാനത് ഇന്നലെ തന്നെ കറി വെച്ചു, മുളക് കറി വെച്ചു. അപ്പം പെട്ടെന്ന് അത് കറി വെക്കാമല്ലോ. പിന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തോരൻ വെക്കണോ മെഴുക്കുവരട്ടി വെക്കണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു തോരൻ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരത്തെ എഴുന്നേക്കും, 4:30 ആകുമ്പോൾ എഴുന്നേക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് പോയി താഴോട്ടി കട്ടനൊക്കെ കുടിച്ച് വെച്ചത്. അപ്പോൾ അത് കാരണം ചേട്ടൻ നേരത്തെ എഴുന്നേക്കും. അപ്പോൾ ഞാനെന്നാൽ തോരൻ വെച്ചേക്കാം. തോരൻ വെക്കുവാണെങ്കിൽ രാഹുലിനും അതാണ് ഇഷ്ടം. മെഴുക്കോട്ട് വെച്ചാൽ അവൻ അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണം എന്തായാലും. മുളകിട്ട മീൻകറിയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങ അരച്ച കറി എന്തായാലും വേണം. ഇവിടെ അങ്ങനെയൊക്കെയുണ്ട്, ചില നിർബന്ധങ്ങളുണ്ട്. ചില കറികളുടെയൊക്കെ കോമ്പിനേഷൻ ഇവിടെ നോക്കുക, ആ കറി ഈ കറിയുടെ കൂടെ കൊള്ളത്തില്ല, അങ്ങനെ കൂട്ടാൻ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. രാഹുലിന് അങ്ങനെയുണ്ട്. ഇവിടെ ചേട്ടനാണെങ്കിലും അങ്ങനെയൊക്കെയുണ്ട്. സാമ്പാറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പപ്പടം വേണം, അങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. രാഹുലിനാണേലും തോരൻ കറിയൊക്കെ വെക്കുന്നതിന് കൂടെ ചിലതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ചാറുകറിയൊക്കെ വേണം. അങ്ങനെയൊക്കെ ഒരു കറി വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ കൂർക്ക മെഴുക്ക് പുരട്ടി, അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ. അങ്ങനെ പയറും മോരുകറിയും അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇവിടെയൊക്കെ കുറേ കോമ്പിനേഷൻ നോക്കിയാണ് ചെയ്യുന്നത്. കൊടുത്തു വിടുമ്പോൾ ചിലപ്പം പറയാം അമ്മ അത് ഇതുമായിട്ട് ചേരത്തില്ലല്ലോ എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയുമേ. പിന്നെ ഞാൻ തിന്ന തക്കാളിക്കായും മുരിങ്ങയ്ക്കായും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. തക്കാളിക്കായും മുരിങ്ങയ്ക്കായും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കുത്തരി ചോറിൻ്റെ ചൂട് ചോറാണെങ്കിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തക്കാളിക്കായും മുരിങ്ങയ്ക്കായും കൂടെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവാനായിട്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ മീൻ മുളകിട്ടതാണ്, പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. നന്മീൻ മേടിച്ചതാണ്. അതെന്നാലും ഞാൻ ഓർത്ത് വൈകിട്ട് തന്നെ കറി വെച്ച് വെക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് പിന്നെ ചെയ്താൽ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും മാത്രമേ അരച്ചെടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒന്ന് ഉടച്ചെടുക്കണം. ഇതൊന്ന് എന്നാലേ ഒന്നും പറഞ്ഞ് മൊത്തം അങ്ങ് ഉടച്ചെടുക്കരുത്. എന്നാലും നമ്മൾ ഒരു ഇതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഉപ്പും പുളിയും എല്ലാം ഒന്ന് സെറ്റാകുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിന് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ ചോപ്പറിനകത്തിട്ട് പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ഇതും കൂടെ ബീട്രൂട്ടും കൂടെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. അതാകുമ്പോൾ എളുപ്പമായി എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ചെയ്തെടുക്കാമല്ലോ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പീരയും ഉപ്പുപൊടിയും കൂടെ ഇട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ കറി റെഡിയാവും. പിന്നെ തോരൻ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ തോരൻ കറിയോടൊക്കെ ഇഷ്ടമാണ്. പയറൊക്കെ ആണെങ്കിലും രാഹുൽ ചില തോരനൊക്കെ കൂട്ടത്തുള്ളൂ. എനിക്ക് പിന്നെ ഞാനെല്ലാം കൂട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. വഴുതനങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കിഷ്ടമാണ്. വഴുതനങ്ങയോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ സാമ്പാറിനിടാനോ അങ്ങനെ വല്ലതും മേടിക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ വഴുതനങ്ങയുടെ യൂസേജ് കുറവാണേ.
ഇനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ നേരത്തെ മാവൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കടലക്കറി തലേദിവസത്തെ ഇരിപ്പുണ്ട്. അപ്പോൾ രാഹുൽ പറഞ്ഞ് ഇടിയപ്പം മതി, എനിക്കും രാഹുലിനും മാത്രം മതി, അതുകൊണ്ട് ഇത്രയും മതി. ഇത് തന്നെ കൂടുതലാണ്, 2 തട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മിച്ചം വരും. അത്രയും ഞാനും രാഹുലും മാത്രമേ കഴിക്കത്തുള്ളൂ. ചേട്ടന് രാവിലെ കഞ്ഞിയാണ് ഇഷ്ടം, അതുകൊണ്ട് ചേട്ടൻ കഞ്ഞിയേ കുടിക്കത്തുള്ളൂ. പണിക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം ചേട്ടന് കഞ്ഞി മതി. ഞായറാഴ്ച ദിവസം മാത്രമാണ് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വലിയ പാടാണ്. ചേട്ടന് അത് ഇഷ്ടമല്ല, എന്താണോ എനിക്കറിയത്തില്ല. എല്ലാവരും ഒരേ രീതിയിലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഇതിപ്പം അവനും എനിക്കും വേറെ ഉണ്ടാക്കണം, ചേട്ടന് കഞ്ഞിയും വേണം. പിന്നെ ചോറ് രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ അങ്ങ് നമുക്കെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റായി പോകും. പിന്നെ കടലക്കറി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇടിയപ്പം തലേദിവസം ഇടിയപ്പമായിരുന്നു, കടലക്കറി അതിന് വെച്ചതായിരുന്നു. അപ്പോൾ അത് മിച്ചമായിരുന്നുകൊണ്ട് ഇന്നും അത് തന്നെ ആക്കിയാൽ മതി എന്നവൻ പറഞ്ഞു. കാരണം അതും ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പിന്നെ ചോറുംപൊതിയൊക്കെ എടുക്കണം. ചോറുംപൊതി എടുക്കുന്നത് 6:30 ആകുമ്പോഴത്തേന്, ആ സമയമാകുമ്പോഴത്തേന് രാഹുൽ നടക്കാൻ പോകുന്നുണ്ട്. നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവനും കഴിക്കാൻ കൊടുക്കണം, ചേട്ടനും കഴിക്കാൻ കൊടുക്കണം. ചേട്ടൻ വണ്ടി എഴുതിയിട്ടൊക്കെ വരുമ്പോൾ എല്ലായിടത്തും മേശപ്പുറത്തൊക്കെ വെച്ചാൽ മതി. പിന്നെ ചോറുംപൊതി എടുക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. പിന്നെ ചായ വെക്കണം. അങ്ങനെയൊക്കെ ഇത്രയൊക്കെയുള്ളൂ രാവിലത്തെ പണികൾ. പിന്നെ പാത്രം കഴുകും, അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് തൂത്തുവാരും, പാത്രം കഴുകും, തുടപ്പും, തുണി അലക്കുമൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്, തോരൻകറി റെഡി ആയിട്ടുണ്ട്, ചാറ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻകറിയുണ്ട്, കടലക്കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്, ചായയൊക്കെ തിളപ്പിച്ച് ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിട്ടുണ്ട്, അവർക്ക് കഴിക്കാനൊക്കെ എടുത്ത് വെച്ചു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പതിവ് ജോലികളും വിശേഷങ്ങളും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.